ആക്രമിക്കാൻ ശ്രമിച്ചാൽ വീട്ടിൽ കയറി അടിച്ച് തല പൊട്ടിക്കും എന്ന ഭീഷണിയുമായി PV അൻവർ. CPM നേതാക്കൾക്കെതിരെയാണ് അൻവറിന്റെ ഈ ഭീഷണി. തന്നെയും UDF പ്രവർത്തകരെയും ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ തലക്കേ അടിക്കൂ എന്ന പ്രസംഗത്തിനിടയിലാണ് അൻവർ ഭീഷണിയുമായി എത്തിയത്. മദ്യവും മയക്കുമരുന്നും കൊടുത്ത പ്രവർത്തകരെ വിടുന്ന CPM നേതാക്കൾക്കുള്ള സൂചനയാണ് ഇത്. ഒരു തർക്കവുമില്ല, ഞങ്ങൾ തലക്കേ അടിക്കൂ, പറഞ്ഞുവിടുന്ന തലകൾക്കെതിരെ അടിക്കും എന്ന് PV അൻവർ പറഞ്ഞു. മുന്നിൽ നിന്ന് തന്നെ പ്രവർത്തിക്കാനാണ് തന്റെ തീരുമാനം. ചുങ്കത്തറയിലെ വനിതാ പഞ്ചായത്ത് അംഗത്തിന്റെ ഭർത്താവിനെ CPIM ഏരിയ സെക്രട്ടറി ഭീഷണിപ്പെടുത്തുകയുണ്ടായി. കുടുംബം അടക്കമുള്ളവരുടെ പണി തീർത്തു കളയും എന്നാണ് ഒരു വോയിസ് മെസ്സേജായി എത്തിയത്. ഭീഷണിക്കെതിരെ പോലീസിൽ പരാതി നൽകുമെന്ന PV അൻവർ അറിയിക്കുകയും ചെയ്തു. ചുങ്കത്തറയിൽ നടന്ന പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു PV അൻവർ. ഇക്കഴിഞ്ഞ ദിവസം നിലമ്പൂർ ചുങ്കത്തറ പഞ്ചായത്തിൽ LDF ഭരണം നഷ്ടമായിരുന്നു. PV അൻവറിന്റെ പിന്തുണയോടെയായിരുന്നു പഞ്ചായത്തിലെ ഈ ഭരണമാറ്റം സംഭവിച്ചത്. LDF ഭരണത്തിനെതിരെ UDF അവിശ്വാസം പാസ്സാകുകയായിരുന്നു. 9-നെതിരെ 11 വോട്ടുകൾക്കാണ് ഈ അവിശ്വാസം പാസ്സായത്. ഇടതംഗമായ നുസൈബ സുധീർ UDFന് വോട്ട് ചെയ്യുകയായിരുന്നു. അതായത് ഇരു മുന്നണികൾക്കും തുല്യശക്തിയായിരുന്ന ഭരണസമിതിയിൽ വൈസ് പ്രസിഡന്റ് നുസൈബ സുധീർ UDFന് അനുകൂലമായി വോട്ട് ചെയ്തതോടുകൂടിയാണ് സംഭവം മാറിമറിഞ്ഞത്. 9-നെതിരെ 11 വോട്ടുകൾക്കാണ് ഈ അവിശ്വാസ പ്രമേയം പാസ്സായത്. PV അൻവർ ഇടപെട്ടാണ് വൈസ് പ്രസിഡന്റായ നുസൈബ സുധീറിനെ കൂറുമാറ്റിയത് എന്നാണ് CPM പറയുന്നത്. പോലീസ് സുരക്ഷയിലാണ് ഈ അവിശ്വാസ പ്രമേയത്തിൽ വോട്ടെടുപ്പ് അത്രയും നടന്നത്. അവിശ്വാസ പ്രമേയത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നതിന് മുൻപായി ചുങ്കത്തറയിൽ LDF UDF പ്രവർത്തകർ തമ്മിൽ ഒരു സംഘർഷമുണ്ടായി. അതേ തുടർന്ന് പോലീസ് ലാത്തി വീശി. PV അൻവർ, കോൺഗ്രസ് നേതാക്കളായ ആര്യാടൻ ഷൗക്കത്ത്, VS ജോയി എന്നിവർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ സമയം അവിടെയുണ്ടായിരുന്നു. അവിശ്വാസ പ്രമേയം പടിവാതിക്കൽ എത്തി നിൽക്കെ വൈസ് പ്രസിഡന്റ് നുസൈബ സുധീറിനെ കാണാനില്ല എന്ന് കഴിഞ്ഞ ദിവസം CPM നേതാക്കൾ ആരോപിച്ചിരുന്നു. എന്നാൽ ഭാര്യ തന്റെ ഒപ്പം ഉണ്ട് എന്നും കാണാനില്ല എന്ന വാർത്ത ശരിയല്ല എന്നുമാണ് ഭർത്താവും തൃണമൂൽ കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം ചെയർമാനുമായ സുധീർ പുന്നപ്പാല പറഞ്ഞത്. അൻവറിന്റെ വിശ്വസ്തനാണ് സുധീർ എന്നതും ഇവിടെ എടുത്തു പറയേണ്ടതാണ്. അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയതിന് തൊട്ടു പിന്നാലെ LDF എടക്കരയിൽ വാർത്താ സമ്മേളനത്തിൽ നുസൈബ സുധീർ ഉൾപ്പെടെ 10 അംഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രമേയം പരാജയപ്പെടുത്തും എന്ന് അവർ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ നുസൈബ CPM അംഗങ്ങളുടെ ഫോൺ കോളുകൾ എടുക്കാതായതോടുകൂടി LDF ഭരണസമിതിയുടെ നിലനിൽപ്പ് ത്രിശങ്കുവിലാകുകയായിരുന്നു. PV അൻവറാണ് ഈ നീക്കത്തിന് പിന്നിൽ എന്ന് LDF കൃത്യമായി ആരോപിക്കുന്നുണ്ട്. ചുങ്കത്തറയിൽ ഭരണം നഷ്ടമായത് എന്തായാലും CPMന് വലിയ തിരിച്ചടിയായപ്പോൾ UDF പ്രവേശനത്തിന് കാത്തു നിൽക്കുന്ന അൻവർ അത് രാഷ്ട്രീയ നേട്ടമായി മാറ്റുമോ എന്ന് നമുക്ക് കാണാം.